ഞങ്ങൾക്ക് സീനിയേഴ്സ് ചെയ്യുന്ന സൂപ്പർമാൻ എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ സൂപ്പർമാൻ അപ്പോൾ സീനിയേഴ്സിന്റെ മുറിയിലേക്ക് നമ്മളെ വിളിപ്പിക്കും. മമ്മൂക്കയുടെ ബ്രഹ്മയുഗത്തിന്റെ ഇതിന് അങ്ങനെ ഞങ്ങൾ ആ ഡിസ്കഷനിൽ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത്, ഞാൻ 2 ദിവസമായിട്ടാണ് മൂവി കണ്ടത്. ആദ്യത്തെ ദിവസം ആക്സിഡന്റലി ജസ്റ്റ് നൈറ്റ് ഇങ്ങനെ വെറുതെ ഒരു സിനിമ ഉണ്ട് എന്നാ കാണാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ കണ്ടതാ. കുറച്ച് കഴിഞ്ഞപ്പോ നല്ല പുറകോട്ട് നോക്കിയപ്പോ കഥകൊന്നും അടച്ചിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിൽ ഇപ്പം വിനീതേട്ടന്റെ കൂടെ പിന്നെയും ജോയിൻ ചെയ്തു. നമ്മുടെ പ്രണവ് ചേട്ടനും ഉണ്ട്. പക്ഷേ നീ ഒരു 15 ദിവസത്തേക്ക് ഒന്ന് ഫ്രീ ആയിട്ട് വാ, മൂന്നാർ വാ. ഞാൻ എന്താണ് എന്റെ ക്യാരക്ടറിന് വേണ്ടി ചെയ്യേണ്ടത്, ഒന്നും ചെയ്യണ്ട. വിളിക്കും, ആ ഡേറ്റിന് വാ, ഒരു 10-15 ദിവസം നമുക്ക് കൂടെ നിന്നിട്ട് പോടാ. അപ്പൊ അവിടെ പ്രണവ് ചേട്ടനെ യാദൃശ്ചികമായിട്ട് ഞങ്ങൾ കണ്ടു. ഇങ്ങനെ രാവിലെ ഞാൻ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഒരു ചേട്ടൻ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടേക്കാം. ഒരു ലോറിയുടെ സൈഡിൽ നിന്ന് ഒരു ചേട്ടൻ ഇങ്ങനെ ഫോട്ടോ. യാദൃശ്ചികമായി മൂന്നാറിന് ഞാൻ ട്രിപ്പിൽ വന്നപ്പോൾ പ്രണവിനെ കണ്ടു എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു വലിയ എസ്സേയും ഒക്കെ ഇട്ട്. അപ്പൊ ഞാൻ അടുത്തിരുന്ന് ഫോൺ വെച്ച് ഇന്ന് രാവിലെ ഇവിടെ നടക്കാൻ പോയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ സിനിമ റിയാലിറ്റി ഷോ ഒക്കെ സ്വാധീനിക്കും നമ്മുടെ ലൈഫിനെ. അതുകൊണ്ടാണല്ലോ ഈ ചാന്തുപൊട്ടൊക്കെ എന്റെ കുട്ടിക്കാലത്തെ സ്വാധീനിച്ചതും അത്രയും പ്രശ്നം ഉണ്ടാക്കിയതും ബുദ്ധിമുട്ടുണ്ടാക്കിയതും. കാരണം ആ പേര് കാരണം ഒരു ആത്മഹത്യക്ക് മുന്നിലേക്ക് എത്തിയിരുന്ന ആളാണ്. അതുകൊണ്ട് അവിടെ നിന്ന് മാറി ഇപ്പൊ ഒരു അവസ്ഥയിൽ ഇനിയിപ്പം ചാന്തുപൊട്ടുള്ള സിനിമകൾ ഇറങ്ങില്ല എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനത്തെ ഒരു ഈ പറഞ്ഞ കണക്ക് നമ്മളെ പരിഹസിക്കുന്ന അതിന് സാധ്യതയുള്ള സിനിമകൾ ഇറങ്ങില്ല. മോഹൻലാലിന്റെ മോനെയാണല്ലോ അവിടെ പോയി കാണാൻ പോകുന്നത്. മോഹൻലാൽ എന്ന് പറയുന്ന വലിയ ലെജൻഡിന്റെ മകനാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അത് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ അതൊക്കെ അങ്ങ് മാറും. പിന്നെ നമുക്ക് ഏതോ പ്രണാം ഏതോ വശത്തും ഇതിലേക്ക് നമ്മൾ പോകും. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് ആൻഡ് ദിസ് ഈസ് കളർഫുൾ സ്റ്റോറീസ് വിത്ത് അഞ്ജലി. LLB സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് എൻ്റെ കൂടെ ഇന്നുള്ളത് 4 ഗസ്റ്റുകളാണ്. ചൈത്ര, അശ്വത്, നാദ്ര ആൻഡ് വിശാഖ്. വെൽക്കം ടു അവർ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. LLB ആണ് ഇപ്പോഴത്തെ പുതിയ വിശേഷം അല്ലേ? അപ്പൊ LLBയുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സോ എന്താണ് ഈ LLB സിനിമ? എന്താണ് നിങ്ങളുടെ റോൾ? എന്താണ് പറയൂ. ആരിൽ നിന്ന് തുടങ്ങണം? ന്യൂ കമറിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? ചേട്ടാ പറയൂ. ഫോർ മീ LLB സോ സ്പെഷ്യൽ ബിക്കോസ് കോഴിക്കോടാണ് ഷൂട്ട് നടന്നത്. ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ്. അപ്പം എന്റെ അനിയൻ പഠിച്ച കോളേജാണ് ZGC. ആ കോളേജിൽ വെച്ചിട്ടാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പൊ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ക്യാമ്പസ് ലൈഫ് ഉണ്ടായിട്ടില്ല. സോ അങ്ങനെ ഒരു ക്യാമ്പസിൽ വെച്ച് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ക്രൗഡിന്റെ ഇടയിൽ ആ മൂവി ഷൂട്ട് ചെയ്യാൻ പറ്റിയത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. പിന്നെ ഒബ്വിയസ്ലി കോ ആക്ടേഴ്സ് ആയിട്ട് ശ്രീനാഥ് ബാസിയെ ചേട്ടനുണ്ടായിരുന്നു, വിശാഖ് ഉണ്ടായിരുന്നു, അശ്വന്ത് ഉണ്ടായിരുന്നു, നാദിര. നമ്മള് ഇവരൊക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വരാ. ആദ്യമായിട്ടാണ് നാദിരന്റെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ കുറെ ഞങ്ങൾ നല്ല ബോണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക്. വി ഹാഡ് ഫൺ ആക്ച്വലി. അശ്വത് ചേട്ടാ, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഈ റോളില് ചേട്ടന്റെ ഒരു ക്യാരക്ടറിനെ പറ്റി പറയും? സഞ്ജു എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഞാൻ ഇതുവരെ പ്ലേ ചെയ്യാത്ത വേറൊരു ടൈപ്പ് ഓഫ് കുറെ മൊമെന്റ്സുകൾ വരുന്ന ഒരു മൂവിയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇൻ ചെയ്തതും. നമ്മള് നരേറ്റ് ചെയ്തപ്പോൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കുറെ കൂടെ ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. അവസാനം ഫൈനൽ ഔട്ട് വന്നപ്പോൾ അത് വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷം നമ്മുടെ ഉള്ളിലുള്ള ഒരു പേഴ്സണൽ സന്തോഷമാണ്, അതൊരു കാര്യമില്ല. അത് പുറത്തിറങ്ങി ബാക്കിയുള്ളവരുടെ ഫേസിൽ ആ സന്തോഷം വരണം. ഇല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ സന്തോഷം കൂടെ പോകും. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റിംഗിലാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഇവരിലൂടെ എല്ലാവരോടൊപ്പം എനിക്ക് മുമ്പ് വിശാനെ അറിയാം. ഞങ്ങൾ ഹൃദയത്തിൻ്റെ ടൈമിലെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു റീയൂണിയൻ പോലെ ആയിരുന്നു. ഒരു 10-30 ദിവസം വലിയ സന്തോഷത്തിലാണ്. ശ്രീനാഥ് ചേട്ടനുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? ഞാൻ ആദ്യമായിട്ടാണ് ശ്രീനാഥ് വാസിയിൽ വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെയൊന്നുമല്ല. നമ്മൾ മൂവിയിലൊക്കെ കണ്ടിരുന്ന വാസിയല്ല, വേറൊരു ക്യാരക്ടറാണ് പുള്ളിയുടെ ഇതിൽ ഈ മൂവിയിൽ. എന്താണ് പറയുന്നത്? ഞാനിത് ഒരു വർഷമായി സിനിമ ചെയ്തിട്ട്. എനിക്ക് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറോളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവരുടെയൊക്കെ സീനിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? പ്രായം കൊണ്ടല്ല, കഥാപാത്രം കൊണ്ട്. ഇവര് പഠിക്കാൻ വരുന്ന സമയത്ത് ക്യാമ്പസിലെ ചെയർമാൻ ആയിട്ടാണ്. അപ്പം അത് അത്യാവശ്യം നല്ലൊരു ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. റോഷ്നി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ അത് കുറെ പടം ചെയ്തിട്ടില്ല, ചെയ്തതിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു മൂവി, ക്യാമ്പസ് മൂവി. അപ്പൊ എന്തായാലും ഇത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് കുറച്ചും കൂടി ഒരു പുതുമ നൽകുന്ന സിനിമയാണ്.
പ്രത്യേകിച്ച് ഈ പറഞ്ഞവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം കിട്ടും. എന്തായാലും എല്ലാവരും കാണുക. ഓക്കെ, വിശാഖ് ചേട്ടന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? ഞാനല്ല സൽമാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. സൽമാൻ ഒരു നല്ല പൈസയും പത്രാസൊക്കെ ഉള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു പയ്യനാണ്. സൽമാനും ബാസി പ്ലേ ചെയ്യുന്ന സിബി എന്നുള്ള ക്യാരക്ടർ. ഞങ്ങൾ രണ്ടുപേരും കാസർഗോഡ് നിന്ന് കോഴിക്കോട് വന്ന് LLB പഠിക്കാൻ വേണ്ടി വരുന്ന കോഴിക്കോട് നിന്ന് LLB പഠിക്കാൻ വരുന്ന 2 സ്റ്റുഡൻസ് ആണ്. അപ്പോഴാണ് ഞങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് പേഴ്സണൽ ഹിസ്റ്ററിയും പിന്നെ അശ്വതിനെ മീറ്റ് ചെയ്യുന്നതും അങ്ങനത്തെ കുറച്ചൊരു കോംപ്ലിക്കേഷൻസിലേക്ക് നീങ്ങി ഒരു ത്രൂ കോളേജ് ഫിലിം അല്ല LLB. ഇതിൽ കുറച്ചൊരു ത്രില്ലർ എലിമെൻസും ഉണ്ട്, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആംഗിളും ഉണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഹാഫിലോട്ട് നീങ്ങുമ്പോൾ കുറേ കൂടെ അങ്ങനത്തെ ഒരു സ്റ്റൈലിലേക്ക് പടം നീങ്ങും. അപ്പോൾ ദാറ്റ്സ് വൈ ഐ തിങ്ക് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ആ ഒരു കോളേജ് ത്രില്ലർ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ അധികം കണ്ടിട്ടില്ല. ആൻഡ് ഇതൊരു എന്താ പറയുക, കോളേജിലുണ്ട് കുറച്ചധികമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ എൻ്റെ ടാഗ് ലൈൻ ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ് എന്ന് പറയാൻ കാരണം ഇസ് ബിക്കോസ് ഇവരുടെ ക്ലാസ് റൂമിന് പുറത്ത് നടക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, അതായത് പേഴ്സണൽ സ്പേസിൽ നടക്കുന്ന ആ ഒരു ജീവിതം അവിടെയാണ് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. റാഗിംഗ് ഒക്കെ ഉണ്ടോ ഈ ഒരു സിനിമയിലോ, അല്ലെങ്കിൽ അല്ലാതെ പിള്ളേരൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെ? റാഗിംഗ് സീനുണ്ട്. സിനിമയിൽ സീനോ? ഉണ്ടല്ലോ. അല്ല, സിനിമയിലോ പേഴ്സണൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലേ? പേഴ്സണൽ ഇഷ്ടം പോലെ പിന്നെ ഉണ്ടായിട്ടുണ്ടോ? ഒരു എക്സ്പീരിയൻസ് ആരെങ്കിലും ഒരാൾ ഷെയർ ചെയ്യോ? വിശാഖ് ചേട്ടൻ തന്നെ പറഞ്ഞു. പിന്നെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ പഴയ ഓർമ്മയിലൊക്കെ. കോളേജില് എഞ്ചിനീയറിംഗ് പഠിച്ചത് ഞങ്ങൾക്ക് സീനിയേഴ്സ് ചെയ്യുന്ന സൂപ്പർമാൻ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ സൂപ്പർമാൻ അപ്പോൾ സീനിയേഴ്സിന്റെ മുറിയിലേക്ക് നമ്മളെ വിളിപ്പിക്കും. വിളിപ്പിച്ചിട്ട് അവരെന്താണെന്ന് വെച്ചാൽ അവര് ടൈമർ വയ്ക്കും 30 സെക്കൻഡ്സ്. 30 സെക്കൻഡ്സിന് അവർ ലൈറ്റ് ഓഫ് ചെയ്യും. ലൈറ്റ് ഓഫ് ചെയ്ത് ഓൺ ആക്കുമ്പോഴത്തേക്കും ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ പാൻറ്റും അണ്ടർവെയറും ഊരി ആദ്യം പാൻറ് ഇട്ടതിൻ്റെ മുകളിൽ കൂടെ അണ്ടർവെയർ ഇടണം. അപ്പോൾ 30 സെക്കൻഡ് കഴിഞ്ഞ് അവർ ലൈറ്റ് ഓൺ ആക്കും. ഏത് അവസ്ഥയിലാണോ അത് വെച്ചാൽ അവർ ഫോട്ടോ ഇട്ടിട്ട് അവർ അവരുടെ ഗ്രൂപ്പിലും സാധനങ്ങളിലേക്ക് ഷെയർ ചെയ്ത് നമ്മളെ മാറ്റിക്കും. അടിപൊളിയായിരുന്നു. ആ ഫോട്ടോ ഉണ്ടോ? അശ്വചേട്ടൻ അത് കേട്ടപ്പോഴത്തേക്ക് ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നോ? ഹൃദയ സിനിമ അതാണ്. പെട്ടെന്ന് അങ്ങോട്ട് പോയോ? അത് എനിക്കൊന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്ക് നേരെ മറിച്ച് ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്നവർ ഷഡ്ഡി മാത്രമേ ഉള്ളൂ അല്ലേ? പറ. അല്ല, ഞങ്ങൾക്ക് പാന്റും ഉണ്ട്. ഇപ്പൊ നാദർ ഇപ്പം ഭയങ്കര ഒരു ഡ്രീം കം ട്രൂ ആയിട്ട് തോന്നുന്നുണ്ടോ ഈ ഒരു ഫിലിം വന്നപ്പോ? ഓഫ് കോഴ്സ്. ഞാൻ അങ്ങനെ ഈ ലാസ്റ്റ് ഒരു റിയാലിറ്റി ഷോ പങ്കെടുക്കുന്ന മുൻപ് ഈ പടം ചെയ്തതാണ്. അപ്പം എനിക്കൊന്ന് എനിക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്താണല്ലോ നിങ്ങളൊക്കെ എന്ന് പറയട്ടെ. പിന്നെ അപ്പം ഈ സിനിമ പ്രോഗ്രാം പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പോസ്റ്റേഴ്സും ഷോയുടെ അവസാനമൊക്കെ എത്തുന്ന സമയത്ത് കുറെ ആൾക്കാര് ഈ PR ചെയ്യുമല്ലോ, അതുപോലെ ഞങ്ങൾ നമ്മുടെ മൂവിയുടെ വെട്ടി കാശാക്കി ഉദ്ദേശിച്ചത് നാദരയ്ക്ക്. അപ്പോ ഈ ആ ഒരു എനിക്കൊന്നും അത് വലിയ ഹെൽപ്പായെന്നാ തോന്നുന്നത്. കാരണം ഒരുപാട് ആളുകൾക്ക് നാദര ആ സമയത്താണ് ഇങ്ങനെ ഒരു മൂവിയിൽ കൂടെ ഉണ്ട്. എനിക്കൊരു ഫസ്റ്റ് ക്യാരക്ടർ പോസ്റ്റ് എന്താണ് ഇറങ്ങിയത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മീൻസ് ആ സമയത്ത് ഞാനത് അകത്തായിരുന്നു അല്ലേ? അകത്തായിരുന്നു. അതിന്റെ അകത്തിരുന്ന സമയത്താണ് ഇറങ്ങുന്നത്. ഇറങ്ങുമെന്ന് എനിക്ക് പറഞ്ഞായിരുന്നു എന്റെ അടുത്ത് 2 ദിവസം കഴിഞ്ഞത് ഇറങ്ങും. പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല. പിന്നെന്താ ചോദ്യം എന്തായിരുന്നു? മറന്നു. അതെ. ഇത് ഈ സിനിമ കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ട്, കാരണം ബാസി നായകനാകുന്ന സിനിമയിലേക്ക് ഒരു ട്രാൻസ്ജെൻഡർ നായിക വേണം എന്ന് പറഞ്ഞിട്ട് കാസ്റ്റിംഗ് കോൾ ഇട്ടു. ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നു. അന്ന് കേരളത്തിൽ ഓൾമോസ്റ്റ് ആൾക്കാരും ആപ്ലിക്കേഷൻ കൊടുത്ത്. അപ്പൊ അതിൽ നിന്ന് 20 പേരെ സെലക്ട് ചെയ്തിട്ടാണ് ഓഡീഷൻ. കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. അപ്പം അതിന് ഞങ്ങൾ എല്ലാം കൂടി ഒരു കാറൊക്കെ വിളിച്ച് പോയി. ഞങ്ങൾ ഒരുമിച്ചൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോയപ്പം പ്രതീക്ഷിച്ചിരുന്നു എന്ന് വെച്ചാൽ അറിയാലോ, ഓഡീഷനാ കിട്ടാൻ കിട്ടിയതാ. ചട്ടിയെന്ന് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അസോസിയേറ്റ് കോൾ വരിക കൺഫേം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ ഡിസ്കഷൻ ഒക്കെ പിന്നെ ഭയങ്കര സ്വപ്നം. കാരണം ഞാൻ അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സമയത്തായി സിനിമ കിട്ടുന്നത്. സിനിമയുടെ ഒക്കെ ഭാഗമാകണം. കാരണം അതിന് മുൻപാണ് ഞാൻ എന്റെ ഫസ്റ്റ് മൂവി റിലീസ് ആകുന്നത്. OTT ആയിരുന്നു, ഫ്രീഡം ഫൈറ്റ്. അപ്പൊ എനിക്ക് തിയേറ്ററിൽ എന്റെ മുഖം കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഒന്ന് തിയേറ്ററിൽ എന്റെ പരസ്യം വരെ വന്നിട്ടുണ്ട് കേരള സർക്കാരിന്റെ, അതും കാണാൻ പറ്റിയിട്ടില്ല. അതിന് കാണാത്ത ആരുമില്ല. കാരണം എല്ലാവരും ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരുമായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. അല്ല, അപ്പൊ എവിടെയെന്ന് എനിക്ക് ഓർമ്മയില്ല. അല്ല, ഇല്ല, അന്ന് ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കണ്ടില്ല.
ബിഗ് ബോസിൽ കയറിയപ്പോ ഇങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു, ആളുകൾ അക്സെപ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ ഒരു ചേഞ്ച് കയറി കൊണ്ടുവരാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരു പേടി ഉറപ്പായിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാലോ, നമ്മളെപ്പോഴും ചിലപ്പോ നമ്മുടെ ചിന്താഗതി എങ്ങനെയാണ്, കാരണം പുരുഷൻ സ്ത്രീ, അപ്പൊ അതിന്റെ അകത്തിരുന്ന് നമ്മള് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഒരു റിയാലിറ്റി ഷോ കാണുന്ന, ഏറ്റവും കൂടുതൽ വൈഡായിട്ട് ആൾക്കാർ കാണുന്ന ഒരു റിയാലിറ്റി ഷോയാ. അപ്പൊ അവിടെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചത് എന്റെ ഓഡിയൻസ് എപ്പോഴും ഒരു പുരോഗമനവാദി, ഇങ്ങനെ പുരോഗമനം ചിന്തിക്കുന്ന ആളുകൾ മാത്രമായിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ അത് മാത്രമല്ല എന്ന് മനസ്സിലാക്കുന്നത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ്. അത് യങ്സ്റ്റേഴ്സ്, കുട്ടികൾ, അമ്മമാര്, ഇവർക്കൊന്നും ഒരിക്കലും നമ്മള് ഒരു ക്ലാസ് എടുത്തു കൊടുത്ത് ട്രാൻസ്ജെൻഡർ ഇതാന്ന് പറഞ്ഞാൽ പോലും അവർക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ അവർക്ക് റിയാലിറ്റി ഷോ കാരണം കുറെയൊക്കെ മനസ്സിലായി. ഇനിയിപ്പോ നാളെ അവരുടെ വീട്ടിലൊക്കെ ഒരു കുട്ടി ഇങ്ങനെയൊക്കെ ആയാലും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് അവരെത്തി എന്നാണ് എന്റെ വിശ്വാസം. ഒരുപാട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് സിനിമ എന്ന് തോന്നി. ഉറപ്പായിട്ടും. വേറെ ഏത് കരിയർ എടുത്തു കഴിഞ്ഞാലും അതിനേക്കാളും കുറച്ചുകൂടി പ്രോഗ്രസ് ചെയ്ത് ഞാനൊരു മോഡൽ കൂടിയാണ്. അപ്പം ഒത്തിരി മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ വർക്ക് ചെയ്തിട്ടുണ്ട്, മോഡൽസ് ഉണ്ട്. ക്രോസ് ഇപ്പൊ എന്റെ 2ാമത്തെ മൂവിയാണ്. അപ്പം നാദ്രയുടെ ക്രോസ് ചെയ്തു. അപ്പൊ ഒരുപാട് ഫോർവേഡ് ആയിട്ടുണ്ട്. നമ്മൾ പണ്ടത്തെ പോലെ നമുക്കൊരു സെപ്പറേഷൻ നമുക്ക് ഫീൽ ചെയ്യില്ല, ഇന്ന ആളാണ് ഇങ്ങനെയാണ് എന്നൊന്നും നമുക്ക് തോന്നില്ല. നമ്മുടെ കൂടെ ഇപ്പൊ നാദ്ര ഞങ്ങളെല്ലാരും ഒരു ക്യാമറ യൂസ് ചെയ്തോണ്ടിരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് അവിടെ വായി നോക്കാൻ ഇറങ്ങുമായിരുന്നു. ക്യാമറയൊക്കെ കിട്ടുമ്പോ നാദ്ര റീച്ച് കാലിക്കറ്റിലെ ഞങ്ങള് കട്ടൊക്കെ ബ്രേക്കൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ പോയിട്ട് നമുക്ക് വായി നോക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും കൂടെ നടന്ന് കാലിക്കറ്റിലെ വായി നോക്കാൻ കോഴിക്കോടുള്ള ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ അത് ക്യാമ്പസിൽ ചില ദിവസം നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നല്ലേ ഷൂട്ടുള്ള ടൈമില്. അപ്പൊ നമുക്ക് ചുറ്റും ഇവരൊക്കെ ഭയങ്കര ഹീറോസ് ആണല്ലോ, ഇവർക്ക് ചുറ്റും ഇങ്ങനെ ഫാൻസ് ആണ്. പിന്നെ ഇവർക്കൊന്നും ഗ്യാപ്പില്ല, കുപ്പി സെൽഫി അപ്പൊ അശ്വത് ചേട്ടാ ഇപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിൽ ഇപ്പൊ വിനീതേട്ടന്റെ കൂടെ പിന്നെയും ജോയിൻ ചെയ്തു, നമ്മുടെ പ്രണവ് ചേട്ടനും ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? അതിന്റെ ടൈമിൽ പറയാം എന്നുള്ളതാണ്. കാരണം അതൊരു ചെറിയ വാക്കിലൊന്നും പറയാൻ നിർത്താൻ പറ്റില്ല. നമുക്ക് ഒരുപാട് പിന്നെ ഒരു പ്രണവ് ചേട്ടനുമായിട്ടുള്ള ഒരു ഗെറ്റ് ടുഗെദർ ആയിട്ട് ഒരു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് പ്രണവായിട്ടില്ല, അങ്ങനെയല്ല, വിനീതേട്ടന്റെ മൂവീസിലല്ല അപ്പൊ അങ്ങനെ സംഭവിക്കാറുണ്ട്. വീണ്ടും നമ്മളെ വിളിച്ച് സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ നീ ഒരു 15 ദിവസത്തേക്ക് ഒന്ന് ഫ്രീ ആയിട്ട് വാ, മൂന്നാർ വാ, ഞാൻ എന്താണ് എന്റെ ക്യാരക്ടറിന് വേണ്ടി ചെയ്യേണ്ടത്, ഒന്നും ചെയ്യണ്ട, കൺട്രോളർ വിളിക്കും, ആ ഡേറ്റിന് വാ, ഒരു 10-15 ദിവസം നമുക്ക് കൂടെ നിന്നിട്ട് അങ്ങ് പോടാ. ഇങ്ങനെയാണ് മൂന്നാറില് ധ്യാൻ ചേട്ടന്റെ ചീന ട്രോഫി സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നായിരുന്നു. അപ്പൊ അവിടെ പ്രണവ് ചേട്ടനെ യാദൃശ്ചികമായിട്ട് ഞങ്ങൾ കണ്ടു. രാത്രി ഫുഡ് കഴിക്കാനായിട്ട് ടിഫിനും ഒരു സ്റ്റീൽ പ്ലേറ്റും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവാനിരിക്കുമായിരുന്നു. അന്നേരമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ഞങ്ങള് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പൊ ഞാൻ ഫോട്ടോ എടുക്കാൻ നേരത്ത് കയ്യിൽ ഇങ്ങനെ ബാക്കി എല്ലാവരും സെൽഫീസ് ഒക്കെ എടുത്തിട്ടാ പോയത്. പക്ഷെ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു ഇങ്ങനെ ഒരു പോർട്രേറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ വേണം എന്ന് പറഞ്ഞു. അപ്പം ആയിക്കോട്ടെ, എന്താ അതിനിപ്പോ എന്താ കുഴപ്പം, ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു, ഇത് വേണോ, ഈ ടിഫിൻ വേണോ, വേണ്ടേ, എന്നാ ഞാൻ ഇവിടെ വെച്ചോളാം. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ മുന്നിൽ കൂടെയാണ് പാസ് ചെയ്ത് പോയത്. പക്ഷെ എനിക്ക് അത് തിരിച്ചറിയാൻ പോലും പറ്റിയില്ല. ബാക്കിയുള്ള ആളുകള് വന്ന് ഇങ്ങനെ സെൽഫി എടുക്കുമ്പോഴാണ് ഓക്കെ പ്രണവ് മോഹൻലാലാണ് പോയത് എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് തന്നെ ഉണ്ടായത്. അപ്പൊ കൂടത്തിൽ ഇങ്ങനെ പിന്നെ ഒരു സിനിമയില് കൂടത്തിൽ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ഈ മൂന്നാർ ആയതുകൊണ്ട് ഈ കയറ്റം പരിപാടിയൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് രാവിലെ തൊട്ട് ചിലപ്പോൾ നൈറ്റ് ഈവനിങ് ഒക്കെ ഷൂട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു 6-7 മണി കഴിഞ്ഞ് പിന്നെ പുള്ളി രാവിലെ ഒരു 4-5 മണിയാവുന്നിടത്ത് നടക്കാൻ പോകും. ഒരു ദിവസം പോയിട്ട് ഇങ്ങനെ രാവിലെ ഞാൻ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടേക്കാം. ഒരു ലോറിയുടെ സൈഡിൽ നിന്ന് ഒരു ചേട്ടൻ ഇങ്ങനെ ഫോട്ടോ. യാദൃശ്യമായി മൂന്നാറിന് ഞാൻ ട്രിപ്പിന് വന്നപ്പോൾ പ്രണവിനെ കണ്ടു എന്ന് പറഞ്ഞ് പുള്ളിയുടെ ഒരു വലിയ എസ്സേയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ അടുത്തിരുന്ന് ഫോൺ വിളിച്ച് ഇന്ന് രാവിലെ ഇവിടെ നടക്കാൻ പോയി വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതൊരു ഡ്രീം റെയർ ആയിട്ട് മാത്രമേ നമുക്ക് ഇങ്ങനെ പ്രണവ് ചേട്ടനെയൊക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ അന്ന് വിചാരിച്ചു ഓക്കെ പ്രണവ് ചേട്ടനോ ആയിരിക്കില്ല. ശരിക്കും ഒന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഓക്കെ പ്രണവ് മോഹൻ എന്നാ പിന്നെ ഒരു ഫോട്ടോയും കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ചു. അന്ന് ആ ഒരു എന്താ പറയാ ഇത്രയും സിമ്പിൾ ആയിരിക്കും ഒരു മനുഷ്യന്ന് നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഇങ്ങനെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ശരിക്കും ഒരു അങ്ങനെയാണ് ആ മനുഷ്യൻ എന്ന് തോന്നിയത് അപ്പോഴാണ്. അപ്പൊ ചേട്ടനും അങ്ങനെ ഒരു തുടക്കത്തിൽ എങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നോ, എങ്ങനെയായിരിക്കും ഞാൻ സംസാരിക്കേണ്ട അങ്ങനെയുള്ള ഒരു അത് ആദ്യം ഹൃദയത്തിന്റെ ടൈമിൽ ഞാൻ ആ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ ഈ മോഹൻലാലിന്റെ മോനെയാണല്ലോ അവിടെ പോയി കാണാൻ പോകുന്നത്.
മോഹൻലാൽ എന്ന് പറയുന്ന വലിയ ലെജൻഡിന്റെ മകനാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അത് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ മാറ്റി. അതൊക്കെ അങ്ങ് മാറും. പിന്നെ നമുക്ക് ഏതോ പ്രണം ഏതോ വശത്ത് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് നമ്മൾ പോകും. അത് അന്നേയൊക്കെ പോയതാ. പിന്നീട് ഇപ്പോ കുറെ കൂടെ ഫ്രീ ആയെന്ന് തോന്നി ഈ വർഷങ്ങൾക്ക് ശേഷം തോന്നുന്നു. മറ്റേത് കുറെ കൂടെ നമ്മൾ എന്നും കാണുന്ന ഫ്രണ്ടിനോട് നമ്മൾ എപ്പോഴും അടുത്തിരുന്നിട്ട് എടാ അതെങ്ങനെ ഇതെങ്ങനെ സംസാരിക്കില്ലല്ലോ. ചിലപ്പോൾ വഴിയെ പോകുന്നില്ല നീ കഴിക്കാൻ വന്നില്ല വാ പോവാം, ഈ ഒരു വിളി അന്ന ദിവസം കാണത്തുള്ളൂ. അങ്ങനെയായി ഈ വർഷങ്ങൾക്ക് ശേഷം ആയപ്പോ. മറ്റേ ഹൃദയ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ ഒക്കെ അടുത്തിരുന്ന് സ്റ്റില്ല് എടുക്കുന്ന ചേട്ടനൊക്കെ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ നമ്മൾ എടുത്തോളണം കേട്ടോ എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ നമുക്കിത് കിട്ടിയില്ലെങ്കിലും എന്നൊക്കെ ഉള്ള ഒരു ഇതാണ്. ആദ്യമായിട്ട് നമുക്ക് കിട്ടാൻ പോവാണ്. പ്രാവശ്യം ഒന്നും പോയിട്ട് ഞങ്ങളൊരു സെൽഫി പോലും എടുത്തില്ല സത്യം പറഞ്ഞു. എനിക്ക് അങ്ങനെ വലിയൊരു ഇതാണെന്ന് ഫീൽ ചെയ്തില്ല. നമ്മളെ പോലെയുള്ള ഒരു മച്ചാൻ അളിയൻ അല്ല, നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരോട് നമ്മൾ അങ്ങനെയല്ലേ എപ്പോഴും വരും. ആ ഒരു ഫീലാണ് ആ സമയത്ത് പുള്ളി തരുന്നത്, ആ വൈബ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ചൈത്രക്ക് ഇപ്പം കുഞ്ഞുനാള് തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു സിനിമയിൽ കയറണം, സിനിമയിൽ അഭിനയിക്കണം? ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് basically. അപ്പം അങ്ങനെയാണ് ആക്ടിങ് കരിയർ വന്നത്. പിന്നെ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുഞ്ഞുനാളോട്ട് ഇങ്ങനെ ഒരു മോഡലിംഗ് ആക്ടിങ് മോഡലിംഗ് ഇല്ലായിരുന്നില്ല. തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. കഥാപ്രസംഗം, മോണോ ആക്ട്, അങ്ങനെ കുറെ അങ്ങനെ എല്ലാ ആർട്ട് ഫോംസും ഞാൻ ചെയ്യുമായിരുന്നു. അത് കലാതിലകം ചെറുതായിട്ട് കലാതിലകം ഒക്കെ ആയിരുന്നു. കലാതിലകം വന്നില്ല ഞാനുള്ള സമയത്തില്ല. ബട്ട് ലൈക്ക് ഒരു ഇൻഡിവിജ്വൽ സ്കോർ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കിട്ടി. പിന്നെ നമുക്ക് അന്നില്ല ഇൻ ദ സെൻസ് ആ ടൈം ആവുമ്പോഴേ കലാതിലകം മറ്റേ പരിപാടിയൊക്കെ എടുത്ത് മാറ്റി. അതൊരു അങ്ങനെ ഒരു ഒരാളെ മാത്രം മറ്റേ നവ്യ നായരൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ആ കലാതിലകം പട്ടം അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പൊ അതില്ല, ഇല്ല. ഇൻഡിവിജ്വലി കലാതിലകം അങ്ങനെ ഇല്ല. അത് ഭയങ്കര പ്രഷറാണ്. ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഭയങ്കര പ്രഷർ ആയതുകൊണ്ട് അങ്ങനെ ഒരു രണ്ടുപേരെ ഹൈലൈറ്റ് ചെയ്യുന്ന പരിപാടി ഇല്ല. ഞാനിങ്ങനെ ബെസ്റ്റ് ആക്ടർ ഒക്കെ ആയിട്ടുണ്ട് നാടകത്തില്. നാടകമാണ് എന്റെ ബേസ്. അങ്ങനെയാണ് ആക്ടിങ് പാഷൻ വന്നതും ഈ മൂവിയിലേക്ക് വരുന്നതും ഒക്കെ. ഇപ്പൊ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ ഗോൾ ഉണ്ടോ ഒരു ആക്ടർ ആയിട്ട്? ഇങ്ങനെ എന്റെ ഫ്യൂച്ചർ കാണാൻ എങ്ങനെയാണ് ഇപ്പൊ ഇഷ്ടപ്പെടുന്നത്? അതിപ്പോ ഏതൊരു മലയാളികളുടെ അടുത്ത് മലയാളി അല്ലാതെ ഏതൊരാളുടെ അടുത്ത് ചോദിച്ചാലും ഉള്ളിൽ ഒരു ആക്ടർ ആവാനുള്ള കൊതി ആർക്കും ഉണ്ടാവും. സിനിമയിൽ അഭിനയിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരുടെ മനസ്സിലുണ്ട്. അതിനപ്പുറം നമ്മള് അതിനെ എങ്ങനെ പെർസ്യൂ ചെയ്യും, നമ്മൾ ഏതൊരു കരിയർ കോമ്പീറ്റ് ചെയ്യുന്ന പോലെയും നമ്മൾ ഏത് ജോലി ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെയും ഇതിനെ ഒരു വലിയ കരിയർ ആക്കി എടുത്ത് അതിനും കുറെ പ്രശ്നങ്ങളുണ്ട്, അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ട്, എന്താ പറയുക പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. അതിനെയൊക്കെ പെർസ്യൂ ചെയ്ത് ക്രോസ് ചെയ്ത് ഇതൊരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു PG ഒക്കെ എടുക്കുന്ന ഡെഡിക്കേഷൻ നമ്മൾ അതിന് മേലെ ചിലപ്പോൾ അതിന് റിസൾട്ട് കിട്ടാൻ അതിന് മേലെയുള്ള സമയം എടുക്കുമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിന് ഞാൻ എന്റെ ഗോൾ എന്ന് വെച്ചിരിക്കുന്നത് ഒബ്വിയസ്ലി ഒരു നോൺ ആക്ട്രസ് ആവുക എന്നുള്ളത് തന്നെയാണ്. അതിലിപ്പം ആക്ട്രസ് എന്നല്ല, നമുക്ക് ഏതൊരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാലും ഐ ക്യാൻ ഡു എന്നുള്ളൊരു രീതിയിലേക്ക് വരണം. ഇപ്പൊ വിശാഖ് ചേട്ടാ ഇപ്പം ഒരുപാട് റോൾസ് ഇപ്പൊ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അത് വളരെ സെലക്റ്റീവ് ആയിട്ടാണോ ഇപ്പൊ റോൾസ് തിരഞ്ഞെടുക്കുന്നത്? അതോ ഓക്കെ വരുന്നത് ചെയ്യാം അങ്ങനെയുള്ള ഒരു മൈൻഡാണോ? ആ മൈൻഡ് സെറ്റ് മാറി. ഇപ്പൊ കുറച്ചും കൂടെ നോക്കി കണ്ട് നമ്മളെ ജെന്യുവൻലി എക്സൈറ്റ് ചെയ്യുന്നത് മാത്രം ചെയ്യാം എന്നുള്ളതാണ്. ബട്ട് ലക്കിലി കഴിഞ്ഞൊരു 2021 തൊട്ട് വരുന്ന 5 പടങ്ങളിൽ നിന്ന് ഒരു 2-3 നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. അത് ലക്കാണ്. ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ ഡിഗ്രി കിട്ടണമെങ്കിൽ അതിൽ കുറേ ടൈമിങ്ങും ലക്കും ഒക്കെ ഒരു ഫാക്ടറാണ്. ഒരു പക്ഷേ ഒരു 5 വർഷം മുന്നേ എന്നെ കണ്ട 21 വയസ്സ് ചിലപ്പോൾ സ്ക്രീനിൽ പറയൂ. പക്ഷെ ഇപ്പൊ ചിലപ്പോൾ അത് കുറച്ച് സൈസ് വെച്ച് കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ താടി മുടിയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ചും കൂടെ പ്രായം പറയും. അപ്പോൾ ഇതൊക്കെ ഇതിൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇനി വരാൻ പോകുന്ന കഥാപാത്രങ്ങളും ഒക്കെ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡൻ്റ് ഓൺ ദാറ്റ്. അപ്പോൾ ഇപ്പോൾ ഒരു നല്ല സ്പേസിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. LLB പോലത്തെ ഫൺ കോളേജ് സബ്ജക്ട്സും അതിൻ്റെ കൂടെ തന്നെ വേറെ ജോൺറേഴ്സ്, ഇപ്പോൾ എക്സിറ്റ് നേരത്തെ കാണിച്ച സാധനം വട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇങ്ങനത്തെ ഫണ്ണായിട്ടുള്ള സാധനങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്, റൊമാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ബിഗ് ബോസ് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനിയും ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ബിഗ് ബോസിലേക്ക് വരും, അങ്ങനെയൊക്കെ ഉണ്ടാകും. നമ്മൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഇനിയും ആളുകൾ ഉണ്ടാവും? ഉറപ്പായിട്ടും വരണം എന്നാണ് ആഗ്രഹം. എനിക്കറിയില്ല, ഞാൻ അതിന്റെ ക്രൂ ആയിട്ട് ഇതൊന്നും ഇല്ലല്ലോ, നമുക്കറിയില്ലല്ലോ, പ്രൊഡിക്ഷനൊന്നും ഇല്ലല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരട്ടെ എന്ന് ആഗ്രഹിക്കാം. കാരണം ഒത്തിരി ആളുകളുള്ള എത്ര ആണുങ്ങൾ ഉണ്ടാവും, എത്ര പെണ്ണുങ്ങൾ ഉണ്ടാവും ചോദിക്കുന്നില്ലല്ലോ. കമ്പാരിറ്റീവ്ലി ന്യൂനപക്ഷമാണെങ്കിൽ പോലും വരട്ടെ, എണ്ണം കൂടട്ടെ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ ചൈത്ര പറഞ്ഞ കണക്ക് നമ്മുടെ ഈ സിനിമ റിയാലിറ്റി ഷോ ഒക്കെ സ്വാധീനിക്കും നമ്മുടെ ലൈഫിനെ. അതുകൊണ്ടാണല്ലോ ഈ ചാന്തുപൊട്ടൊക്കെ എന്റെ കുട്ടിക്കാലത്തെ സ്വാധീനിച്ചതും അത്രയും പ്രശ്നം ഉണ്ടാക്കിയതും ബുദ്ധിമുട്ടുണ്ടാക്കിയതും. കാരണം ആ പേര് കാരണം ഒരു ആത്മഹത്യക്ക് മുന്നിലേക്ക് എത്തിയിരുന്ന ആളാണ്
അതുകൊണ്ട് അവിടെ നിന്ന് മാറി ഇപ്പം ഇപ്പൊ ഒരു അവസ്ഥയിൽ ഇനിയിപ്പം ചാന്തൂട്ടുള്ള സിനിമകൾ ഇറങ്ങിയില്ല എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനത്തെ ഒരു ഈ പറഞ്ഞ കണക്ക് നമ്മളെ പരിഹസിക്കുന്ന അതിന് സാധ്യതയുള്ള സിനിമകൾ ഇറങ്ങില്ല. അപ്പം സിനിമകളിൽ ഒരു മാറ്റം ഉണ്ടാക്കി. പ്രത്യേകിച്ച് LLB ഇപ്പൊ ഞാൻ ക്യാമ്പസിൽ പഠിക്കുകയാണ്. അപ്പം ഇവരും ക്യാമ്പസിൽ പഠിക്കുന്നുണ്ടല്ലേ എന്ന് നാട്ടുകാർക്ക് തോന്നട്ടെ. പഠിക്കാൻ മാത്രമല്ല നമ്മുടെ ഒരു ലീഡറാണ്. അതെ, ഞാൻ ചെയർമാനാണ്. വിൻ ചെയ്ത ആളാണ്. അപ്പം അങ്ങനെ ഒരു പൊസിഷനിലേക്ക് ഞങ്ങള് പുള്ളിക്കാരനെ വന്നു. ഓക്കെ, അപ്പൊ ഇനി കഴിഞ്ഞ തവണത്തെ കണ്ടസ്റ്റൻസിനെക്കാട്ടിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിരിക്കും ഇപ്പോഴും ഇനി അടുത്ത സീസണിൽ വരാൻ പോകുന്നതെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? എന്റെ ഒരു ആഗ്രഹം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൾക്കാർ വരണം എന്നാ. കാരണം എല്ലാം സ്ട്രോങ് ഭയങ്കര സംസാരിക്കുന്ന ആളുകളല്ല വേണ്ടത്. അഖിലേട്ടനെ പോലെ ആണോ? എന്ന് ഞാൻ പറയുന്നില്ല, പുള്ളിക്കാരി പറഞ്ഞു കേട്ടോ. ഇപ്പൊ ഞാൻ അല്ല, അഖിലേട്ടനെ പോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ഇനിയും വരണം അങ്ങനെ. അല്ല, എനിക്ക് നമ്മുടെ എല്ലാവരും സ്ട്രോങ് ആയിരുന്നു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞത് ഭയങ്കര ബോൾഡ് അല്ലെങ്കിൽ ഫിസിക്കലിയോ അങ്ങനെ ഒരു നിർബന്ധമല്ല. പല രീതിയിൽ ഇപ്പം നന്നായി സംസാരിക്കുന്ന ആളുകൾ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. എല്ലാ മേഖലയിൽ നിന്നും പല ആൾക്കാർ വരുമ്പോഴാണ് ഒരു കാണാൻ ഭംഗി അതിന്. അതുണ്ടാവട്ടെ. ഓക്കെ, ഒരു കുട്ടി സെഗ്മെന്റിലേക്ക് പോയാലോ? റെഡി അല്ലേ? റെഡി. റെഡിയാ. ഓ, എനിക്കിതൊക്കെ ഇഷ്ടാ. സെഗ്മെന്റ് ഇഷ്ടാ? ഇങ്ങനെ കുസൃതി ചോദ്യമാണോ? കുസൃതി ചോദ്യമല്ല അല്ലേ, ഒരു കുഞ്ഞു റാപ്പിഡ് ഫയർ പോലെ. ഓക്കെ, അവിടുന്ന് തുടങ്ങിക്കോ. ഇഷ്ടമുള്ളവർക്ക് നോട്ടോ അങ്ങനെയല്ല, ഇഷ്ടമുള്ളവർക്ക് പറയാം. ഓക്കെ, ഈ സെഗ്മെന്റിന്റെ പേര് കുട്ടി ചോദ്യങ്ങളും ഞാൻ. ഇഷ്ടപ്പെട്ടോ? ഈ സിനിമയിലെ LLB സിനിമയിലെ ബെസ്റ്റ് മെമ്മറി? ബിരിയാണി. പറയാവുന്നതാ. ഞങ്ങള് ബിരിയാണി കഴിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ലൊക്കേഷനിൽ ബിരിയാണി വെത്താറുണ്ട്. ബിരിയാണി ലവേഴ്സ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരുപാട് പേര് ബിരിയാണി കൊണ്ടുവന്ന് തരാറുണ്ട്. അപ്പൊ അങ്ങനെ ബിരിയാണികളുടെ ഒരുപാട് കഥകളുണ്ട്. പറഞ്ഞോ. എന്തോരം ബിരിയാണി കിട്ടിയിട്ടുണ്ട്. അതും സാറിന്റെ കുറെ ഫ്രണ്ട്സും വെൽവിഷേഴ്സും ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ബാസിന്റെ കുറെ ഫ്രണ്ട്സ്. ബാസിയുടെ ബർത്ത്ഡേക്ക് ബിരിയാണി ഉണ്ടായിരുന്നു. അതാണ് കോളേജിൽ കുറെ ബിരിയാണി. അവിടെ മറ്റേ കോളേജിൽ നിന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് മറ്റേ പാവങ്ങള് പിള്ളേര് മറ്റേ വീട്ടിൽ പോകുമ്പോൾ മറ്റേ അവന്മാരെ ഇങ്ങനെ നോക്കി ഞങ്ങളെ മറ്റേ മനസ്സിൽ തെറി വിളിക്കുന്നതാണ്. സൈഡിലിട്ട് വെട്ടി വീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി ബിരിയാണി ബിരിയാണി. അത് അടിപൊളിയാണ്. ബെസ്റ്റ് മെമ്മറി. ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. ഷെരീഫ് മാസ്റ്റർ ഞങ്ങളുടെ ഡാൻസ് കൊറിയോഗ്രാഫർ, നമ്മുടെ കലാപകാരൻ. അപ്പൊ മാസ്റ്റർ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. മാസ്റ്റർ അങ്ങോട്ട് വന്നു, ഒരു അടിപൊളി കൈലാസ് മേനൻ ഡയറക്ട് ചെയ്ത മ്യൂസിക് ഡയറക്ട് ചെയ്ത ഒരു അടിപൊളി സോങ് ഉണ്ട്. അപ്പൊ മാസ്റ്റർ കൂടെയുള്ള എക്സ്പീരിയൻസ്. പിന്നെ ഞങ്ങൾ തമിഴ്നാട്ടിലാണ് തോന്നി. മാസ്റ്റർ അനൗൺസ് ചെയ്യാം, സീക്രം പോയി സീക്രം അപ്പടിയെ എപ്പടി ഇருக்கு நல்லா இருக்கா എനർജി பண்ண അപ്പടി. അങ്ങനെ നൈസ് ആയിരുന്നു. അപ്പൊ മാസ്റ്റർ അടിപൊളിയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്. ഈ അശ്വത് ചേട്ടന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാണ്ടല്ലോ, ഫുഡ് കഴിക്കുന്നതിന്റെ വീഡിയോസ് ആണ്. ഞാൻ ഇന്നലെ രാത്രി 11 മണിയായപ്പോഴാണ് അശ്വത് ചേട്ടന്റെ ഇൻസ്റ്റ നോക്കിയത്. ഞാൻ നോക്കുമ്പോൾ ബിരിയാണി കഴിക്കുന്നതിന്റെ പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ബിരിയാണി കഴിച്ചോണ്ടിരിക്കുക രാത്രി 11 മണി. ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇങ്ങനെയൊക്കെ ഇടാവോ ചേട്ടൻ? ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. വിനീതേട്ടന്റെ കൂടെ നിന്ന് ഫോട്ടോ അല്ല ഫുഡൊക്കെ കഴിക്കുന്ന എന്താണ് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഫുഡ്? എന്താണ് എന്താണെന്നറിയോ, ഇത് പണ്ടൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അധികം കിട്ടാത്തതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം കൂടുതലാണ്. അധികം അത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പഠിക്കുന്ന സമയത്തൊക്കെ ഒരു ബിരിയാണി കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് പോകുമ്പോഴാണ് ബിരിയാണി കഴിക്കുന്നത്. അല്ലാതെ ബിരിയാണി പോയി വാങ്ങിച്ചു തരാനൊന്നും വീട്ടിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ബിരിയാണികളുണ്ട്. പിന്നെ ബിരിയാണി കഴിക്കാൻ വേണ്ടി കല്യാണത്തിന് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ അന്ന് മുതലേ ബിരിയാണി ഇഷ്ടമാണ്. നമുക്ക് സദ്യയൊക്കെ ആവശ്യം പോലെ കിട്ടും. ഈ ബിരിയാണി വളരെ ചുരുക്കമാണ്. അങ്ങനെ ബിരിയാണി ഇഷ്ടപ്പെട്ട ആളാണ്. അപ്പോൾ നമ്മള് ഒരു സിനിമയൊക്കെ കണ്ടിറങ്ങിയിട്ട് ആദ്യം പറയുന്ന ഒരു ബിരിയാണി പോരട്ടെ, ഒരു ബിരിയാണി. ഇപ്പൊ കോഴിക്കോടൊക്കെ ആണെങ്കിൽ ഇപ്പം കുറെ ടൈപ്പ് ബിരിയാണി ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ കോഴിക്കോടൻ ബിരിയാണിയും സുലൈമാനിയും ഒക്കെ. അതായത് കോഴിക്കോട് ഷൂട്ട് വന്ന സമയത്ത് തന്നെ വിചാരിച്ചതാണ് കോഴിക്കോട് നമുക്ക് കുറച്ച് ബിരിയാണിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, കഴിക്കണം എന്നുള്ളത്. പക്ഷെ കഴിച്ചു മടുത്തുപോയി. അത്രയും കഴിച്ചു. അവിടെ ബിരിയാണി ഒരിക്കലും കഴിച്ചുകൊണ്ടിരുന്നത് നമുക്ക് മടുക്കും. പിന്നെ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യണം, എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് മടുക്കില്ല ബിരിയാണി എങ്ങനെ കഴിച്ചാലും. ഓക്കെ, നിങ്ങൾ ചെയ്ത ക്യാരക്ടർ, ഇപ്പൊ ഈ LLBയിൽ ചെയ്ത ക്യാരക്ടർ മറ്റാർക്കെങ്കിലും വെച്ച് കാസ്റ്റ് ചെയ്യാൻ സമ്മതിക്കും? നിങ്ങൾ സമ്മതിക്കുമോ? ഇപ്പൊ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ വേറൊരാളെ കൊണ്ട് ചെയ്യാൻ ഇപ്പൊ സമ്മതിക്കോ ഇല്ലയോ?
സമ്മതിച്ച് പുള്ളി ചെയ്തോട്ടെ, പക്ഷെ റിലീസ് ചെയ്യുന്നത് നമ്മൾ വെച്ചായിരിക്കും. അങ്ങനെയല്ല ഇപ്പൊ ചേട്ടൻ ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു ക്യാരക്ടർ അല്ലേ, അപ്പൊ അത് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു തോട്ട് ഡയറക്ടർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത്ര വലിയ അത് മനസ്സുണ്ടോന്ന് സമ്മതിക്കുമായിരുന്നോ? എനിക്കില്ല കേട്ടോ. അത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല അങ്ങനെ ആരും ചിന്തിക്കോ, ഞാൻ ചെയ്താ പോരെ. ആയിരിക്കും ഇതൊക്കെ ട്രോൾ ആവും അവസാനം. ഓക്കെ, ഇഷ്ടപ്പെട്ട ഒരു നടൻ എന്നാൽ ഇന്നേ വരെ നേരിൽ കാണാനോ കൂടെ അഭിനയിക്കാനോ സാധിച്ചിട്ടില്ല. ഷാറുഖ് ഖാൻ. പോരട്ടെ എല്ലാരും പോരട്ടെ. എനിക്ക് പിന്നെ വലിയ ലിസ്റ്റ് ഉണ്ട്, ഞാൻ എത്ര പേര് പറയാം. ഒന്നോ രണ്ടോ പറഞ്ഞോ. കണ്ടിട്ടില്ല. ഇല്ല എനിക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ആരുമില്ല. ഇഷ്ടപ്പെട്ട നടന്മാർ ആരുമില്ലെന്ന്. ഇഷ്ടപ്പെട്ട നടന്മാരാരുമില്ല. അങ്ങനല്ല, എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന്. എനിക്ക് എന്നെ ഇഷ്ടമാണ്. എന്നെ പറഞ്ഞോ, പക്ഷെ കൂടെ അഭിനയിച്ച്. അല്ല അങ്ങനെ തോന്നിട്ടൊന്നുമില്ല. ഇല്ല. ഇല്ലെന്ന്. ഉള്ളതാ. ഓക്കെ, ചൈത്രക്ക് അങ്ങനെ ഒരു സുരാജ് വെഞ്ഞാറമൂട് നമ്മുടെ മല. ഓക്കെ, നൈസ്. ഓക്കെ, ഈ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം എന്നതിനുള്ള കാരണം, പ്രേക്ഷകർ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതിന് കാരണം? ഇറ്റ്സ് എ കോമ്പിനേഷൻ ആക്ച്വലി. നമുക്കൊരു കോളേജ് ലൈഫ് ഉണ്ട്, ഒരു ഫാമിലിക്ക് കാണാൻ പറ്റിയ മൂവിയാണ്, ത്രില്ലർ പാർട്ട് ഉണ്ട്, അപ്പം എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട്. നമ്മൾ ഒരു സദ്യ കഴിക്കുമ്പം അതിൽ മധുരം കഴിക്കുന്നുണ്ട്, ഉപ്പ് കഴിക്കുന്നുണ്ട്, അതുപോലെ എല്ലാ ഫ്ലേവേഴ്സും അടങ്ങിയ ഒരു മൂവി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കോമ്പിനേഷൻ അല്ലേ? നമ്മുടെ പോസ്റ്റർ തന്നെ കണ്ടാൽ മനസ്സിലാവും. അതിൽ കളർഫുൾ ആണ്, ഇവരുടെ ഷർട്ട്സ് കളർഫുൾ ആണ്, ബട്ട് അതിലൊരു ഡാർക്ക്നെസ് ഉണ്ട്, അതിന് ചുറ്റും ഒരു ഡാർക്ക്നെസ് ഉണ്ട്. സംതിങ് അബൌട്ട് ലൈക്ക് ഞാനൊരു നോക്ക ചുറ്റും ഫുള്ള് വെട്ടമല്ല. കുറച്ച് നേരമായിട്ട് ഞാനത് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനതിൽ കണ്ടൊരു കാര്യമാണ്, അതിന് ചുറ്റും ഒരു ഡാർക്ക്നെസ് ഉണ്ട്, അതിന് കളർഫുൾ ആണ്. അതാണ് ഓക്കെ, ഹൊറർ സിനിമ കണ്ട് പേടിച്ച ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യോ? പറഞ്ഞോ. ഞാൻ മേഘ സന്ദേശം സന്ദേശോ അല്ലേ, ആ പടത്തില് ഹൊറർ ഇല്ലേ, സുരേഷ് അത് കണ്ട് പേടിച്ചിട്ടുണ്ട്. ഞാൻ കുട്ടിയായിരുന്നു. ഓക്കെ, ഞാൻ ഭൂതകാലം കാണാൻ കുറെ ലേറ്റ്. ഞാൻ എക്സിറ്റ് കണ്ട് പേടിച്ചായിരുന്നു. എക്സിറ്റിന്റെ പോസ്റ്ററല്ലേ കണ്ടിട്ടുള്ളൂ. പോസ്റ്ററല്ല, പിന്നെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ ചെറുതായിട്ട്, കങ്കണയുടെ കൂടെ. കങ്കണ അത് വേറെ പടം. സോറി, ഇതൊക്കെ കട്ട് ചെയ്തു. പക്ഷെ ഭൂതകാലം ഈയിടെ കണ്ടേ, ജീനിയസ്, അടിപൊളി വർക്ക് ആയിട്ട് തോന്നി. അത് പേടിച്ച് മറ്റേ കിളി പോയി സെക്കൻഡ് ഹാഫിലൊക്കെ. നൈറ്റ്മെയർ ഒക്കെ ഉണ്ടായിരുന്നോ? നൈറ്റ്മെയർ ഉണ്ടായില്ല, പക്ഷെ അത് ആ മൂഡ് ബിൽഡ് ചെയ്ത് കൊണ്ടിരുന്ന ഹൊറർ ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ജോണർ ആണല്ലോ. അപ്പൊ അതിൽ അവർ ഭംഗിയായിട്ട് ഈയിടെ മലയാളത്തിൽ ഇറങ്ങിയത് പേഴ്സണൽ ഫേവറേറ്റ് ഭൂതകാലമായിരുന്നു. അല്ല, ഞാൻ ഈ ഭൂതകാലമാണ് പറയാൻ വന്നത്. അതിന്റെ പേര് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് മുന്നറിയിപ്പ് എന്ന പേര് വന്നത്. അല്ല, ഭൂതകാലം ലാസ്റ്റ് മറ്റേ നിങ്ങൾ പൊങ്ങി വരുമ്പോ ഞാൻ സോണി ലെവലുണ്ട് ഭൂതകാലം. ഷൗട്ട് ഔട്ട് ഭൂതകാലം. ഉറപ്പായിട്ടും കാണാട്ടോ. അവര് ആൾക്കാര് വരുന്നു. ഞാൻ രാഹുലിനോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ പുള്ളിയെ ഡയറക്ട് ചെയ്ത്. അപ്പൊ രാഹുലേട്ടൻ എന്നെ മമ്മൂക്കയുടെ ബ്രഹ്മയുഗത്തിന്റെ ഇതിന് അങ്ങനെ ഞങ്ങൾ ആ ഡിസ്കഷനിൽ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത്, ഞാൻ 2 ദിവസമായിട്ടാണ് മൂവി കണ്ടത്. ആദ്യത്തെ ദിവസം ആക്സിഡന്റലി ജസ്റ്റ് നൈറ്റ് ഇങ്ങനെ വെറുതെ ഒരു സിനിമ ഉണ്ട് എന്നാ കാണാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ കണ്ടതാ. കുറച്ച് കഴിഞ്ഞപ്പോ നല്ല പുറകോട്ട് നോക്കിയപ്പോ കഥകൊന്നും അടച്ചിട്ടില്ല. അതില് കഥകൊക്കെ ഭയങ്കര ഒരു ക്യാരക്ടർ ആണല്ലോ. അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് കിടക്കേണ്ടി വന്നു. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ പകലാണ് ബാക്കി കൂടെ കണ്ടു തീർത്തത്. അതാണ് ഈ റീസെന്റ് ആയിട്ട് എന്റെ മൈൻഡിലുള്ള. ചൈത്രക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്? ഓർഫൻ ഇറ്റ്സ് നോട്ട് എ ഹൊറർ മൂവി. പക്ഷെ എന്റെ അനിയനും ഞാനും കൂടെ കാണാൻ തുടങ്ങിയപ്പോ എനിക്ക് നല്ല പേടിയായി. ഞാൻ വല്ല റൂമിൽ നിന്ന് കഴിഞ്ഞപ്പോ അവൻ എന്നെ ചീത്ത വിളിക്കുക, ചേച്ചി എന്ത് പണിയാ കാണിച്ചത്, എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാണോ? ആ ഒരു രീതിക്ക് അനിയൻ വന്ന് ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസെപ്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ടും ഈ കുട്ടി ചോദ്യങ്ങൾ ഞാനെന്നുള്ള ഒരു സെഗ്മെന്റ് നിർത്താൻ പോവാ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു സിനിമയ്ക്ക്, LLB എന്ന് പറയുന്ന സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഒത്തിരി സിനിമകൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ, ഇനിയും കാണാനുള്ള അവസരങ്ങൾ എനിക്കുണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.